ബി.ജെ.പി. കളി തുടങ്ങി. ഓപ്പറേഷൻ താമര പോലുള്ള അഴിമതികൾക്ക് പൊതുസ്വീകാര്യത നൽകിയ ബി.ജെ.പിയെ ആരും കളി പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ അല്പം ക്ഷീണത്തിലാണെന്ന് മാത്രം. എന്നാൽ ഇന്ത്യയിലെ ബി.ജെ.പിയെ അത്ര പെട്ടെന്നൊന്നും എഴുതിത്തള്ളാനൊന്നും പറ്റില്ല. അധികാരത്തിനായി ഏതറ്റം വരെയും പോകാൻ ബി.ജെ.പിക്ക് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി അത് തെളിയിച്ചിട്ടുമുണ്ട്. നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ചുമന്ന് എൻ.ഡി.എ സർക്കാരിന് അധികമൊന്നും മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് ബി.ജെ.പിക്ക് വ്യക്തമായിട്ടറിയാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നിരയിൽ വലിയ ആത്മവിശ്വാസം നിറഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിയെ മറിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയെ കൂടുതൽ കരുത്തരാക്കിയിട്ടുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കാൻ ബി.ജെ.പി. ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് ബി.ജെ.പിക്ക് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുന്നത്. അങ്ങുമിങ്ങും എത്താതെ നിൽക്കുന്ന സർക്കാരിനെ നയിക്കുന്ന ബി.ജെ.പിക്ക് സ്പീക്കർ സ്ഥാനം ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ സ്പീക്കറിൽ തട്ടി എൻ.ഡി.എയുടെ കെട്ടുറപ്പ് തകർക്കാനും ബി.ജെ.പി. തയ്യാറല്ല. അതിനാൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ സമവായത്തിന് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികളുമായി ഭരണകക്ഷി അംഗങ്ങൾ ചർച്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ തേടുന്നതായും റിപ്പോർട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ ഡി.എം.കെയുമായി ചർച്ച നടത്തിയെന്നാണ് സൂചന. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഡി.എം.കെക്ക് നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസിനെ എതിർക്കുകയും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുമായി ചേർന്ന് പോകാനുമാണ് സർക്കാരിന്റെ ശ്രമം. കോൺഗ്രസിന് പ്രോടേം സ്പീക്കർ പദവി നിഷേധിച്ച ബി.ജെ.പിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഡി.എം.കെക്ക് വെച്ചു നീട്ടുന്നതും. കോൺഗ്രസിന് പദവി നൽകാതെ ഡി.എം.കെക്ക് നൽകുക വഴി പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. കക്ഷിനിലയിൽ പ്രതിപക്ഷ നിരയിൽ 101 അംഗങ്ങളുമായി കോൺഗ്രസ് ആണ് ഒന്നാമത്. പ്രതിപക്ഷ കക്ഷികളിൽ എസ്.പിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നിലാണ് ഡി.എം.കെയുടെ കക്ഷിനില. ഡി.എം.കെക്ക് 22 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. അതിനിടെ പ്രോടേം സ്പീക്കർ വിവാദത്തിൽ കടുത്ത നിലപാടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും സ്വീകരിച്ചത്. പ്രോടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്നും ഇന്ത്യ സഖ്യം പ്രതിനിധികൾ പിന്മാറി. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് പിന്മാറിയത്. ഇന്ത്യ സഖ്യത്തിൽ നിന്നും 3 പേരാണ് പ്രോടേം സ്പീക്കർ പാനലിലുണ്ടായിരുന്നത്. ഇവരെല്ലാം പിന്മാറി. അതിനിടെ പാർലമെന്റിൽ പ്രതിപക്ഷം മാന്യത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകും. 3-ാം തവണ 3 ഇരട്ടി കൂടുതൽ പ്രവർത്തിക്കുമെന്നും 3 ഇരട്ടി കൂടുതൽ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകാനാവട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സ്വന്തം പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണിത്. 60 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായ ഒരു സർക്കാർ 3-ാമതും അധികാരത്തിലെത്തുന്നത്. രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം. എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. ഭരണഘടനാ മൂല്യങ്ങൾ പിന്തുടരും. എൻ.ഡി.എ സർക്കാരിന്റെ നയങ്ങളിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിപക്ഷത്തെയാണ് വേണ്ടതെന്നും മുദ്രാവാക്യമല്ല പ്രവൃത്തിയാണ് ജനത്തിന് ആവശ്യമെന്നും മോദി പറഞ്ഞു. കലഹങ്ങളല്ല, പാർലമെന്റിൽ ചർച്ചകൾ നടക്കാനാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.